കഠിനമായ ചൂടിന് നേരിയ ആശ്വാസം പകരാൻ മഴയെത്തുന്നു. വരും ദിവസങ്ങളിൽ കേരളത്തിൽ മഴ ലഭിക്കുമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിൽ ഉൾപ്പെടെ തന്നെ ദക്ഷിണേഷ്യയിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് കാരണമായേക്കാവുന്ന ന്യൂനമർദ്ദം ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഭൂമധ്യ രേഖാ പ്രദേശത്ത് രൂപപ്പെട്ടതായി തന്നെ ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ്. ഈ ന്യൂനമർദ്ദം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലെത്തിയ ശേഷം കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ട് തന്നെ വെൽ മാർക്ക്ഡ് ലോ പ്രഷർ, അതായത് ശക്തി കൂടിയ ന്യൂനമർദ്ദമായി തന്നെ മാറുമെന്നും വ്യക്തമാക്കുന്നു. ഫെബ്രുവരി 18 കൂടിയാണ് ഈ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിലേക്ക് എത്തുക. ന്യൂനമർദ്ദത്തെ തുടർന്ന് ഫെബ്രുവരി 21 മുതൽ കേരളത്തിലും മഴ സാധ്യതയുണ്ടെന്നാണ് നേരത്തെ തന്നെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും ഇന്നത്തെ അപ്ഡേറ്റുകളിൽ ഈ ഒരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. അതേസമയം തമിഴ്നാട്ടിലും കേരളത്തിലും ഫെബ്രുവരി 21 കൂടി തന്നെ ഇടിയോട് കൂടിയ ശക്തമായ കാറ്റിനും സാധ്യതയുള്ള മഴയാണ് പ്രവചിക്കപ്പെടുന്നത്. ഈ ന്യൂനമർദ്ദം കേരളത്തിൽ മഴ നൽകുന്നതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടുതലായി തന്നെ ഇവിടെ പുറത്തു വരികയാണ് ചെയ്തിരിക്കുന്നത്. അതായത് മധ്യരേഖാ പ്രദേശത്ത് ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. ഇത് വരുന്ന ദിവസങ്ങളിൽ, അതായത് ഇന്ന് തിങ്കളാഴ്ച രാത്രിയോടുകൂടി തന്നെ രൂപപ്പെട്ട് അടുത്ത ദിവസം, അതായത് ചൊവ്വാഴ്ച രാവിലെയോടുകൂടി തന്നെ ന്യൂനമർദ്ദമായി മാറുമെന്നതാണ് നിരീക്ഷണം ഇപ്പോൾ പുറത്തു വരുന്നത്. ചൊവ്വാഴ്ചയോടെ തെക്കൻ ബംഗാൾ ഉൾക്കടലിൽ എത്തിയ ശേഷം ശ്രീലങ്ക ലക്ഷ്യമാക്കി തന്നെ നീങ്ങും. നേരത്തെയുള്ള നിരീക്ഷണങ്ങളിൽ ന്യൂനമർദ്ദം തമിഴ്നാട് തീരത്തേക്ക് നീങ്ങുമെന്ന് കരുതിയിരുന്നെങ്കിൽ പോലും പുതിയ വിവരങ്ങൾ അനുസരിച്ച് കന്യാകുമാരി വഴി അറബിക്കടലിൽ എത്താണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ അവസാന വാരത്തിൽ തന്നെ കേരളത്തിന്റെ മധ്യമേഖല മുതൽ തെക്കോട്ട് മഴ കൂടുതലായി തന്നെ നമുക്ക് പ്രതീക്ഷിക്കപ്പെടാം. ന്യൂനമർദ്ദത്തിന്റെ ട്രാക്ക്, തീവ്രത, അത് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ടായിരിക്കും ഇനി കേരളത്തിൽ മഴയുടെ സാധ്യത ഇവിടെ അളക്കപ്പെടുന്നത്. തെക്കൻ ജില്ലയിൽ ഇടത്തരം മഴ പ്രതീക്ഷിക്കാവുന്നതാണ്. മധ്യ കേരളത്തിലും ഒറ്റപ്പെട്ട മഴ ലഭ്യമാകും. ഇപ്പോഴത്തെ സൂചന പ്രകാരം വടക്കൻ കേരളത്തിൽ വരണ്ട കാലാവസ്ഥയാണ് തുടരുന്നത്. കേരളത്തിൽ ഇന്നലെ തന്നെ ഒറ്റപ്പെട്ട മഴ ലഭിച്ചതായും തന്നെ വിലയിരുത്തൽ പുറത്തുവരുന്നു. ശ്രീലങ്കയിൽ കനത്ത മഴയ്ക്കും പ്രളയത്തിനും സാധ്യതയുണ്ട്. 16 മുതൽ 19 വരെയാണ് ശ്രീലങ്കയിൽ മഴയ്ക്ക് സാധ്യതയുള്ളത്. ആയതിനാൽ തന്നെ വലിയ രീതിയിൽ വേണ്ട മുൻകരുതലുകൾ എടുത്തുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ കഠിനമായ ചൂടിനെ അതിനൊരു നേരിയ ആശ്വാസമാകുമെങ്കിൽ പോലും ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കാണ് കേരളത്തിൽ സാധ്യത പറയുന്നത്. ആയതിനാൽ തന്നെ വേണ്ട മുൻകരുതലുകൾ ഇപ്പോൾ തന്നെ എല്ലാ പൊതുജനങ്ങളും എടുക്കണമെന്നതാണ് മറ്റൊരു എടുത്തു പറയേണ്ട കാര്യം. അതായത് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ തന്നെ ഇത്തരത്തിൽ അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരുണ്ടെങ്കിൽ, അവരുടെ മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളാണെങ്കിൽ പ്രത്യേകമായി തന്നെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. അപകടാവസ്ഥ മുന്നിൽ കാണുമ്പോൾ തന്നെ അധികൃതരുമായി തന്നെ ബന്ധപ്പെടുകയും സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കാൻ വേണ്ട മുൻകരുതലുകൾ എടുക്കുകയും വേണം. കാറ്റിൽ മരങ്ങൾ കടപുഴകി വീഴുവാനും അതുപോലെ പോസ്റ്റുകൾ തകർന്നു വീഴുവാനും ഇടയുള്ളതിനാൽ തന്നെ ഇത്തരത്തിലുള്ള അപകടങ്ങൾ കൂടുതൽ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാൽ പോലും നദികൾ മുറിച്ചു കടക്കുവാനോ അല്ലെങ്കിൽ നദികളിലേക്കും മറ്റ് ജലാശയങ്ങളിലേക്കോ കുളിക്കാൻ ഇറങ്ങുവാനോ അല്ലെങ്കിൽ മീൻ പിടിക്കുവാനോ ഒന്നും തന്നെ പോകാൻ പാടുള്ളതല്ല. ജലാശയങ്ങൾക്ക് മുകളിലൂടെ മേൽപ്പാലങ്ങളിൽ കയറി കാഴ്ച കാണുകയോ അല്ലെങ്കിൽ സെൽഫി എടുക്കുകയോ കൂട്ടം കൂടി നിൽക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല. മഴ ശക്തമാകുന്ന അവസരത്തിൽ അവിടെ അത്യാവശ്യമല്ലാത്ത യാത്രകൾ പോലും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. ഇത്തരം നിർദ്ദേശങ്ങളെല്ലാം തന്നെ പൊതുജനങ്ങൾ കൂടുതലായി തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഇത് പാലിക്കണം എന്നതാണ് മറ്റൊരു എടുത്തു പറയേണ്ട വസ്തുത. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.